എരുമേലിയിലേക്ക്. എരുമേലിയിൽ പോയി തൊഴുത് കഴിഞ്ഞതിന് ശേഷം എരുമേലി ശാസ്താവിനെ തൊഴുതതിന് ശേഷം പമ്പയിലേക്ക് നേരെ പുറപ്പെടും. പമ്പയിൽ കുളിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ സന്നിധാനം എത്തി 18-ാം പടി കയറി തൊഴുത് വിരിയിൽ രാത്രി തങ്ങി രാവിലെ നേരത്തെ എണീറ്റ് 5 മണിക്ക് ദർശനം കഴിഞ്ഞ് നെയ്യഭിഷേകം കഴിഞ്ഞ് തിരിച്ച് പമ്പയിൽ വന്ന് പമ്പ സദ്യ കഴിച്ചിട്ട് നേരെ എവിടേക്ക് വരും? നിലയ്ക്കലാണ് നമ്മളുടെ ബസ് നിൽക്കുന്നത്. അതിനുശേഷം നിലയ്ക്കൽ നിന്ന് നേരെ എവിടെ എത്തും? പാലക്കാട് എത്തും. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ശാസ്ത്ര കേട്ടോ, വരോ. ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിന്ന് തൊഴാൻ വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടപ്പന്തലെത്തി. അപ്പോഴേക്കും നടയടച്ചു. അപ്പോൾ ഞങ്ങൾ നടപ്പന്തലിൽ വിരിച്ച് അന്ന് രാത്രി അവിടെ കിടന്ന് രാവിലെ എണീറ്റ് നമ്മൾ തൊഴാനായിട്ട് പോയി. പക്ഷെ 18-ാം പടി കയറി തൊഴുതാൻ പോയി. തൊഴുത് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തൊഴാൻ പറ്റി. മാളയപ്പുറത്തിന് കഴിഞ്ഞില്ല. മാളയപ്പുറം നേരെ തൊഴാനായിട്ട് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയി രണ്ടാമത് തൊഴാനായിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇതിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാളയപ്പുറം പറഞ്ഞു ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞങ്ങൾക്ക് ഇങ്ങനെ തൊഴാൻ കഴിഞ്ഞില്ല, അപ്പോൾ അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മളെ മുമ്പിലൂടെ കൊണ്ടുപോയി അവിടെ ദർശനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നു. ആ സൗകര്യത്തിലൂടെ മാളിപ്പുറം നന്നായിട്ട് തൊഴാൻ കഴിഞ്ഞു. മനസ്സിന് നല്ല സന്തോഷമായി. മാളിപ്പുറം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഇമേജ് കൂടിക്കൂടി വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ മാളിപ്പുറം എന്നുള്ള സിനിമ ഇറങ്ങിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ കേരള പോലീസിന് വലിയൊരു ഇത് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിലും അതുണ്ടായിരുന്നു. അതിൽ യാഥാർത്ഥ്യം പോലെ ഞങ്ങൾക്കതൊരു അനുഭവമായിട്ട് മാറാൻ കഴിഞ്ഞു. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും വളരെയധികം നന്ദിയുണ്ട്. കേരള പോലീസിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.